നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരത്ഭുത ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് നമ്മുടെ കൃഷ്ണാരമിത്ര ഗ്രൂപ്പിലെ വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്റെ രൂപമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉച്ചപൂജയുടെ അലങ്കാരം ഇട്ടിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വരുന്നതിന് മുൻപ് ഞാൻ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് കേട്ടോ അത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഉണ്ണികൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി, ആ ഉണ്ണികൃഷ്ണന്റെ മുഖം. അപ്പൊ വേറൊരു രൂപത്തിലുള്ള ആ മുഖം വെച്ച് ഞാൻ വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണന് പ്രാംപ്റ്റ് കൊടുത്ത് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം എന്ന് പറഞ്ഞിട്ട് മൊബൈൽ അവിടെ വെച്ചിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഗുരുവായൂരപ്പൻ കേൾക്കുന്നതായിട്ട് നമുക്കൊരു ഒരു എന്താ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടണം അല്ലേ. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും ഓർമ്മപ്പെടുത്തലുകളുടെ ആവശ്യമുണ്ട്. ഭഗവാൻ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരിക്കൽ ഭഗവാൻ സ്വീകരിച്ചാൽ സ്വീകരിച്ചത് തന്നെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പറയുന്നത്. ഒരു കയ്യിൽ വെണ്ണ പിടിച്ച് മറു കൈയിൽ ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. അതിനിടയ്ക്ക് ഇന്നലത്തെ വീഡിയോന്റെ താഴെ കുറേ പേര് കമന്റ് ചെയ്തിരുന്നു ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത് എന്ന്. ഞാൻ സാറ്റർഡേ ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ നെറ്റ് ഇഷ്യൂ അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നെറ്റ് അതുപോലെ തന്നെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാതിരുന്നത്. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷയൊക്കെ കഴിയാറായി. ഇനി എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഈ മാസം ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓടിപ്പോന്നോളൂ, ഇപ്പൊ തിരക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും പരീക്ഷയും തിരക്കും ഇല്ലാത്ത അമ്മമാരുണ്ടെങ്കിൽ വേഗം പോന്നോളൂ. തിരക്ക് കുറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രം കാണണമെങ്കിൽ ഇനിയും ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മുഴുവൻ നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയും നല്ല തിരക്കായിരുന്നു. മുമ്പത്തെ വർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തിരക്ക് കുറയാറുണ്ടെങ്കിലും ഈ കഴിഞ്ഞ വർഷം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വേഗം പ്ലാൻ ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങും ഇല്ല, ഉണ്ണികൃഷ്ണ ഞാൻ എന്താ വരിക എന്ന് പറഞ്ഞ് ഓടിപ്പോന്നോളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഉണ്ണികൃഷ്ണൻ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞതാട്ടോ. അങ്ങനെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം വേഗം വരാൻ പറയൂ സവിതേ, തിരക്കില്ലാതെ കാണണമെന്ന് കുറേ അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് പറയൂ തിരക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേഗം വന്നോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യം നോക്കിയാലോ. അതിന് മുമ്പായിട്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി, ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. അപ്പൊ ആദ്യത്തെ ചോദ്യം ബിന്ദു അഞ്ജു എന്ന ഐഡിയിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 മാസമായി, എൻ്റെ കൂടെ അല്ലായിരുന്നു. അച്ഛൻ കുടുംബ വീട്ടിലായിരുന്നു. എനിക്ക് എത്ര ദിവസമായാൽ ഗുരുവായൂർ വന്ന് തൊഴാൻ പറ്റും? സവിത ഒരു മറുപടി വേഗം പറയണേ എന്നാണ്. പുലയും വാലായ്മയും കഴിഞ്ഞാൽ ഏതാൾക്കാർ മരിച്ചാലും പുലയും വാലായ്മയും കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. പിന്നെ ചില ആചാരപ്രകാരം 41 ദിവസം കഴിഞ്ഞാലേ വീടിന് പുറത്തിറങ്ങുള്ളൂ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് 1 വർഷത്തേക്ക് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ സ്വയം സ്വീകരിക്കുന്നതാണ്. അതല്ലാതെ ക്ഷേത്രത്തിന്റെ നിയമപ്രകാരം പുലയോ വാലായ്മയോ ഉള്ള സമയത്ത് അങ്ങോട്ട് കടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യാവുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണം സംഭവിച്ചാൽ നമുക്ക് നല്ല വിഷമമുണ്ടാവും. അപ്പോൾ പുലയും വാലായ്മയും കഴിഞ്ഞ് നമുക്ക് മറ്റശുദ്ധികളില്ല എങ്കിൽ വേഗം വന്ന് ഗുരുവായൂരപ്പനെ കാണണം. കാരണം നമ്മുടെ ദുഃഖത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ. വേറെ എത്ര പേര് നമ്മുടെ ചുറ്റും നിന്ന് ആശ്വസിപ്പിച്ചാലും നമുക്ക് അങ്ങോട്ട്
എന്താ പറയാ, മനസ്സിന്ന് അതൊന്നും മായില്ല. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാനാ പിന്നെയും 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 തോന്നുക. എന്നാൽ ഗുരുവായൂരപ്പൻ നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നാലുണ്ടല്ലോ, അതായത് ഭഗവാനെ കാണാനുള്ള ഒരു അവസരം, കണ്ടാൽ മതി, കണ്ണ് നിറച്ചൊന്ന് കണ്ടാൽ മതി, ഒന്നും പറയണ്ട, നമ്മുടെ കണ്ണുനീര് വരികയായിരിക്കും ആ സമയത്ത്. എന്നാലും നമുക്ക് എന്തോ ഭഗവാൻ നമ്മളെ ആശ്വസിപ്പിച്ചതായിട്ടൊരു ഫീൽ വരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ അനുഭവമാട്ടോ ഞാൻ പറയണേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് തൊഴുതോളൂ കേട്ടോ. അടുത്തതായിട്ട് ഐശ്വര്യ കൃഷ്ണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ ചേച്ചി, ഭഗവാന്റെ ഫോട്ടോ വരച്ചത് ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണ്, എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്നൊന്ന് പറയാമോ എന്ന്. ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന സമയത്ത് മണ്ഡപത്തിലെ സാധനങ്ങൾ, നമ്മൾ കയ്യിൽ കരുതുന്ന എന്ത് സാധനങ്ങളും മണ്ഡപത്തിലാണ് സമർപ്പിക്കുക. മണ്ഡപം എന്ന് പറയുന്നത് നാലമ്പലത്തിനകത്ത് നമ്മൾ പ്രവേശിച്ചതിന് ശേഷം ഗുരുവായൂരപ്പനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ 4 തൂണുകളോട് കൂടിയ ഒരു കൽമണ്ഡപം കാണാം. അതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ തൊഴുക ഗുരുവായൂരപ്പനെ. ആ മണ്ഡപത്തിൽ നമുക്ക് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം സമർപ്പിക്കാനുള്ള ഒരു മഞ്ഞപ്പട്ട് വിരിച്ചിട്ടുണ്ടാവും, അവിടെയാണ് സമർപ്പിക്കുക. അതല്ലെങ്കിൽ ഞങ്ങൾ നാലമ്പലത്തിലൊന്നും കയറുന്നില്ല എന്ന് വെച്ചാൽ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ അങ്ങനെയും സമർപ്പിക്കാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഒരുപാട് വരിയുള്ള ദിവസമാണ്, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമാവുകയും ചെയ്തു, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ ഉണ്ണി കൃഷ്ണ സന്തോഷിക്കണേ എന്ന് പറഞ്ഞ് സമർപ്പിക്കൂ. ഈ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എന്ത് സമർപ്പണം ആയിക്കോട്ടെ കേട്ടോ, ഒരു നെയ്വിളക്ക് കത്തിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അടിപ്രദക്ഷിണം വെക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തുളസിമാല സമർപ്പിക്കലായിക്കോട്ടെ, എന്ത് തന്നെ ഉണ്ണികൃഷ്ണന് സമർപ്പിക്കുകയാണെങ്കിലും കൂടെ നമ്മൾ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താണ്ടല്ലോ 100% ഉത്തമമായി എന്നാണ് ആചാര്യന്മാർ പറയുക. എന്ത് കൊടുക്കുകയാണെങ്കിലും, അത് നമ്മൾ ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ, ദക്ഷിണ വെറ്റിലയും അടക്കയും നാണയങ്ങളും കൂടി കയ്യിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, അവരുടെ പാദ നമസ്കാരം ചെയ്യും അല്ലേ. അതേമാതിരിയാണ് ഭഗവാനെ എന്ത് സമ്മാനങ്ങളാണെങ്കിലും നമ്മൾ ഭഗവാന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഉണ്ണി കൃഷ്ണ ഇതുകൊണ്ട് അങ്ങേക്ക് സന്തോഷമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് നമസ്കരിച്ച് നോക്കൂ. ഭഗവാനെ സന്തോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഭഗവാൻ സന്തോഷിച്ചാലോ നമ്മളിൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത് അല്ലേ. അത്രയും സന്തോഷം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ. അപ്പോൾ എന്ത് തന്നെ സമർപ്പിക്കുകയാണെങ്കിലും ഒപ്പം ത്വൽപ്രസാദായ ഭൂയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു സമർപ്പണം ഉത്തമമാവുക. അടുത്തതായിട്ട് ജ്യോതി നാരായണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ 101 പേർക്ക് അന്നദാനം എത്ര റേറ്റ് ആകുമെന്നൊന്ന് പറയാമോ അറ്റ് ലഞ്ച് ടൈം എന്നാണ്. അതായത് ഉച്ചഭക്ഷണം പ്രസാദൂട്ടിൽ നമുക്ക് അങ്ങനെയല്ല ഷീട്ടാക്കാൻ. ഒരു ദിവസത്തെ പ്രസാദൂട്ട് ഉച്ചഭക്ഷണത്തിന് 2 ലക്ഷം രൂപയാണ്. ഏതാണ്ട് 5000 പേർക്കാണ് അവിടെ ഭക്ഷണം നൽകുക എന്നാണ് കണക്ക്. അപ്പോൾ ഒരാൾക്ക് 40 രൂപ നിരക്കിലല്ലേ വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 101 പേർക്കെന്ന് നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് 4100 രൂപ അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. അന്നദാനത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള തുക കൊടുക്കാം കേട്ടോ. 1 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഷീട്ടാക്കാവുന്നതാണ്. അപ്പോൾ അത് എത്ര തുക വേണം എന്നുള്ളത് നമ്മൾ ഭക്തരുടെ ഇഷ്ടമാണ്. അതല്ലാതെ 101 പേർക്ക് അന്നദാനം അങ്ങനെ പറഞ്ഞിട്ടല്ല നമ്മൾ കൊടുക്കുക എന്നർത്ഥം. ഒരു ദിവസത്തെ മുഴുവൻ ലഞ്ച് നമ്മൾ നമ്മുടെ വകയായിട്ട് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് മിനി സുകുമാരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ണിക്കണ്ണനോട് ഒരു പരിഭവമുണ്ട്, അത് സവിതയോട് പറഞ്ഞാൽ ഒരു സമാധാനം തരണം. ഞാൻ ദിവസവും നാരായണീയം ചൊല്ലുന്നതും അമ്പലങ്ങളിൽ നാരായണീയം ചൊല്ലാൻ പോകുന്നതുമാണ്. എൻ്റെ മകൻ്റെ കല്യാണകാര്യമാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുള്ളത്. ഇപ്പോൾ മകന് ഒരു അന്യ മതസ്ഥയെ ഇഷ്ടമാണെന്ന് പറയുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനാണോ ഞാൻ രാവും പകലും പ്രാർത്ഥിച്ചത്? ഇങ്ങനെയൊന്നും കണക്കാക്കുകയേ ചെയ്യരുത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല. അത് ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ കാലം അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. ഭഗവാൻ നമ്മളെ അത് ബോധ്യപ്പെടുത്തി തരുക ചെയ്യും. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെന്നിട്ട്
ഗുരുവായൂരപ്പനോട് പറയാണ്, ഭഗവാനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിത്തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ നമുക്ക് നേരെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വരും. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ പറയും, ഗുരുവായൂരപ്പ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല, ഞാൻ വിചാരിക്കണ പോലെ ഒന്നും അല്ല പോണത് എന്ന്. ഇതിനൊരു കഥ പറയാട്ടോ. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഉപദേശകനായിട്ട് മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി ഒരു ഉത്തമ ഭക്തനായിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനോട് രാജാവ് ചോദിക്കും, അങ്ങ് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദൈവനാമങ്ങൾ സങ്കീർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? അതിൽ നിന്ന് എന്താ അങ്ങേക്ക് ലഭിക്കുന്നത്? അങ്ങ് കർമ്മം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും, കർമ്മം ചെയ്യുന്നതിനോടൊപ്പം നാമം ജപിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഉത്തമമാക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും, ഒരിക്കലും നമുക്കൊരു ആപത്തും വരില്ല എന്ന് പറയും. അപ്പൊ അങ്ങേക്ക് അത് ഉറപ്പാണോ ചോദിക്കും. ഉറപ്പാണ്, ഒരിക്കലും ഒരാപത്തും വരില്ല. സംശയം ഉണ്ടെങ്കിൽ അങ്ങൊന്ന് നാമം ജപിച്ചു നോക്കൂ എന്ന് പറയും. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട്, മന്ത്രി ഉത്തമനാണ്, ഉപദേശം നൽകുന്നതെല്ലാം നല്ലതാണ്, രാജാവിന് നല്ല ബോധ്യമുണ്ട് അത്. രാജാവിനാണെങ്കിൽ മന്ത്രി ഒരു സ്വാധീനം ചെലുത്താൻ കഴിവുള്ള മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞാലും രാജാവ് കേൾക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് രാജാവ് പറയും, ശരി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നാമം ജപിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 7 ദിവസത്തെ ഭജനയായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ മന്ത്രി ഉപദേശിച്ച രീതിയിൽ മുഴുവൻ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കും. 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം അദ്ദേഹം കാട്ടിൽ ഒരു നായാട്ടിന് പോവാണ്. ഈ നായാട്ടിന് പോണ സമയത്ത് മന്ത്രിക്കും അദ്ദേഹത്തിനും മാത്രം വഴി തെറ്റിപ്പോയി. പല വഴിക്കായിട്ട് പോയി, മന്ത്രിയും രാജാവും മാത്രമായി. ആ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പൊ മന്ത്രി നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പറയും, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കൂടെയുള്ള ആളുകളെയൊക്കെ കാണാതായിട്ടും കയ്യിലുള്ള ആയുധങ്ങളും തീർന്നു, ഈ സമയത്തും എങ്ങനെയാ ഇങ്ങനെ നാമം ജപിക്കാൻ പറ്റണത്? നാമം ജപിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിക്കും. മന്ത്രി ചിരിച്ചുകൊണ്ട് പറയും, ഒരിക്കലും നമുക്ക് ആപത്ത് വരില്ല, ഭഗവാൻ നമ്മളെ എന്തായാലും കൈവിടില്ല എന്ന് പറയും. അപ്പൊ രാജാവിന് അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. കഴിഞ്ഞ 7 ദിവസമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാം ഉത്തമമായിട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം പോലും കാണിക്കാത്ത ഈ ദൈവത്തിനെ എനിക്ക് ആവശ്യമില്ല, അങ്ങ് തന്നെ ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മന്ത്രിയെയും പിരിഞ്ഞുകൊണ്ട് രാജാവ് വേറൊരു ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നു പോയി കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി, ആകെ വിശക്കുന്നു, അല്ലെങ്കിൽ ക്ഷീണിതനാവുന്നു, വെള്ളം ദാഹിക്കുന്നുണ്ട് എന്നൊക്കെ കരുതി ആ സമയത്ത് അദ്ദേഹം വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഒരു കല്ലില് അദ്ദേഹത്തിന്റെ കാല് വെച്ച് കുത്തി ഒരു വിരല് ഒടിഞ്ഞ് അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ബോധം പോയി. അദ്ദേഹം ബോധമറ്റ് കിടപ്പായി. ആ ബോധം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇത്രയൊക്കെ നാമം ജപിച്ചിട്ട് ആ മന്ത്രി പറഞ്ഞതൊന്നും ശരിയല്ല, ദൈവം എന്നെ ഒരിക്കലും നോക്കുന്നില്ല, ഞാൻ അതിനൊന്നും മുതിരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ ബോധമറ്റ് കിടക്കുമ്പോൾ കുറച്ച് കാട്ടാളന്മാരെ അല്ലെങ്കിൽ കാട്ടുവാസികളായിട്ടുള്ള ജനങ്ങൾ ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അവരുടെ ദേവിക്ക് ഒരു ഗുരുതി നൽകാനായിരുന്നു ഇവര് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയത്. അവരെ അന്നത്തെ ദിവസം അമാവാസി രാത്രിയാണ്. അമാവാസി രാത്രി ദേവി പൂജയൊക്കെ കഴിഞ്ഞ് ദേവിയുടെ സന്തോഷത്തിനായിട്ട് തല വെട്ടി ഹോമിക്കാൻ ഒരാളെ തിരഞ്ഞു നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ കിട്ടിയത്. ഇദ്ദേഹത്തിനെ അപ്പൊ അവരെ അവരുടെ രീതിക്ക് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പൊ ഈ രാജാവിനെ ഉറപ്പായി, മരണം ഉറപ്പായി. കുറെ പേര് ചേർന്ന് ചുറ്റും പിടിച്ചു നിൽക്കുകയാണ്. കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടേതായ രീതിയിൽ വേഷവിധാനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇവരുടെ ഒരു ആചാര്യൻ ഉണ്ട്. ആ ആചാര്യനെ വിളിച്ചിട്ട് പറയും, നമുക്ക് ബലി നൽകാനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഈ ബലി നൽകാനുള്ള ആളെ അങ്ങ് കണ്ടു ബോധ്യപ്പെടണം, അതാണ് ചടങ്ങ്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് അടിമുടി നോക്കിയിട്ട് നല്ല ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്, വളരെ നല്ല കാര്യം എന്നൊക്കെ കരുതി അദ്ദേഹത്തിന് ദേഹപരിശോധന നടത്തി. ആ ദേഹപരിശോധനയുടെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കാലിലെ ഒരു വിരല് ഒടിഞ്ഞു പോയതായിട്ട് കാണാനുണ്ട്. അവിടെ നിന്ന് രക്തമൊക്കെ വന്നതായിട്ടും കാണാനുണ്ട്. അതൊക്കെ ഉണങ്ങിയ മട്ടിലാണ് കാണുന്നത്. ഇത് കണ്ട സമയത്ത് ഉടനെ തന്നെ ആ ആചാര്യൻ, അവരുടെ ആ ഒരു കാട്ട് രാജാവെന്നോ കാട്ട് ആചാര്യനോ എന്താ വെച്ചാൽ പറയാം, അദ്ദേഹം പറഞ്ഞു, ഇയാളെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പൊട്ടിയത് ചളങ്ങിയത് അങ്ങനെയുള്ളതൊന്നും അല്ല. ദേവിക്ക് സമർപ്പിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ വേണം, ഇദ്ദേഹത്തിനെ വിട്ടയക്കൂ, ഇദ്ദേഹത്തിന് ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല, ഇയാളെ വിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ് രാജാവ്. ഈ രക്ഷപ്പെട്ടപ്പോഴേക്കും രാജാവിന് ഓടി സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ തെളിഞ്ഞു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യം കിട്ടി, കുളിച്ചു, ഭക്ഷണം കഴിച്ചു,
അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് എനർജിയായി. ആ എനർജിയും വെച്ച് പോ എന്ന് പറഞ്ഞതും അദ്ദേഹം ഓടിയിട്ട് ഓടി 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 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സൈനികരും മന്ത്രിയും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. നേരെ ചെന്ന് മന്ത്രിയുടെ കാൽക്കൽ നമസ്കരിക്കുകയാണ് അത്ര ആ രാജാവ് ആരും കാണാതെ ചെയ്തത്. മന്ത്രി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങാണ് എൻ്റെ ഗുരു, അങ്ങാണ് എൻ്റെ വഴികാട്ടി. കാരണം എനിക്ക് മനസ്സിലായി അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഭഗവാനെ ഉപാസിച്ചത് കൊണ്ടാണ് എൻ്റെ തല പോകേണ്ട സ്ഥാനത്ത് എൻ്റെ ഒരു വിരല് മാത്രം നഷ്ടമായിട്ട് എനിക്ക് തിരിച്ചു വരാൻ സാധ്യമായത് എന്ന്. ഇതേമാതിരി ഭഗവാൻ എന്തുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അപ്പോഴൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആ ആപത്ത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഭഗവാൻ അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സൃഷ്ടിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് ചേച്ചി കാത്തിരിക്കൂ. മകനെ ഏറ്റവും നല്ലത് മാത്രമേ ഭഗവാൻ നൽകുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇനിയും മുന്നോട്ട് പോകൂ. വെറ്റിലടക്കി നീതിക്കൂ, 78 79 ദശകങ്ങൾ വായിക്കൂ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കൂ. തീർച്ചയായിട്ടും ചേച്ചിക്ക് വളരെ സന്തോഷപൂർവ്വമുള്ള ഒരു വാർത്തയുമായിട്ട് ഉടൻ തന്നെ കൃഷ്ണാർമിത്രത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണന്മാരെ.